രാഗവേദിയിൽ അരങ്ങേറിയ മനോഹര പ്രകടനങ്ങൾ കാണാം. മോന്റെ ശ്രുതിയായിരുന്നു ഇന്നത്തെ മോന്റെ ശത്രു. ഒരു ജീവൻ വേണമെന്ന് എനിക്ക് തോന്നി. വേദിയിൽ വിധികർത്താക്കളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സൂര്യകാന്തിന് സാധിച്ചില്ല. നിന്നിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു പോയി. സത്യത്തിൽ തെറ്റ് ചെയ്തവരാരാണ്? നമ്മൾ. വേദിയിൽ അടിപൊളി ഗാനവുമായി ആൻസറക്കുട്ടി എത്തുന്നു. എന്റെ അമ്മയുടെ പേര് ലീലാവതി. അമ്മ എന്റെ റാണി മോക്ക്. തുടർന്നും വേദിയിൽ മനോഹര നിമിഷങ്ങളാണ് അരങ്ങേറിയത്. കമലമ്മയ്ക്ക് ഒരു ഉമ്മ, അല്ലെ? അമ്മയ്ക്ക് ഒരു ഉമ്മ എന്ന ചിത്രത്തിൽ നിന്നും വേദിയിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് ശിവശങ്കരൻ ആലപിച്ചത്. എന്നെ പാടാൻ അനുവദിക്കൂ. വേദിയിൽ ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ശിവശങ്കർ കാഴ്ചവെച്ചത്. പല്ലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടി, നന്നായിട്ട് പാടി. ആലാപന നല്ലതിലെ കമന്റുകളാണ് വിധികർത്താക്കൾ നൽകുന്നത്. തൃപ്തിയായടോ. സുന്ദരക്കില്ലാടി എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ച ഗാനവുമായാണ് അർജിത എത്തിയത്. എന്തോ ഒരു കുഴപ്പം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആയിരിക്കും. റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനവുമായാണ് അമേക് വേദിയിലെത്തിയത്. ഇത് നീ എങ്ങനെ പാടുന്നോർത്ത് എനിക്ക് തന്നെ ടെൻഷൻ ആയിട്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാറ്റിക്കളയരുത്. ചെണ്ടകൊട്ടലും ആ അമ്പലവും ആ താരം വേദിയിൽ മനോഹര പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്ങനെ മനസ്സിൽ തന്നെ സൂക്ഷിച്ച് തന്നെ വളരണേ. ആരെ നോക്കി വേദിയിൽ മനോഹര ഗാനവുമായി ദേവതീർത്ത് എത്തുന്നു. ഈ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ. KJ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിച്ചത്. അത് തെറ്റി. ഞാൻ അങ്ങനെ കുണുങ്ങി കുണുങ്ങി പോവാറില്ലല്ലോ.